യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും അനുഗ്രഹങ്ങളും നേരുന്നു. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗീയ ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. പരിശുദ്ധാത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവെ, എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവെ, എൻ്റെ ബോധമണ്ഡലത്തെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞാൻ ഇരിക്കുന്ന ഈ മുറിയിൽ, ഞാൻ ആയിരിക്കുന്ന ഈ ഇരിപ്പിടത്തിൽ അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ അവിടുത്തെ എഴുന്നള്ളി വന്ന് എന്നെ വലയം ചെയ്യണമേ. കേൾക്കുന്ന വചനങ്ങളെല്ലാം അഭിഷേകത്തോടെ ഹൃദയത്തിൽ പതിയാൻ തക്കവിധം ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവെ, എന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയസഭ, നമ്മളിന്ന് ചിന്തിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 10-ാം അധ്യായം 7-ാമത്തെ വാക്യം, നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹദായകമാണ്. നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹദായകമാണ്. വിശുദ്ധന്മാരോടുള്ള അടുപ്പവും വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനകളും വിശുദ്ധന്മാരുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നതിന്റെ പ്രാധാന്യവും ഇന്ന് അനേകം വ്യക്തികൾക്ക് അറിവില്ലാത്തൊരു കാര്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഈ മേഖലകളിൽ ഉണ്ട് എന്ന് അംഗീകരിക്കാനോ അറിയാനോ പറ്റാതെ നിരവധി സഹോദരങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛന്റെ ജീവിതത്തിലും പലപ്പോഴും അച്ഛൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. മരിച്ച് ഈ ലോകം വിട്ടുപോയവർക്ക് ഇനി എന്ത് ശക്തിയാണുള്ളത്? ജീവിച്ചിരുന്ന കാലത്ത് അവർ ധാരാളം ദൈവത്തിന് വേണ്ടി നന്മ ചെയ്ത് മഹത്വപ്പെടുത്തി. മരണം വഴി അവർ വേർപെട്ടു പോയി. അവർ പർദീസയിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നു. ഇനി അവരെന്തിനാണ് സ്മരിക്കുന്നത്? ഇനി നമ്മൾ അവരെ സ്മരിക്കണം. ഈ ഭൂമിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട, ഈ ഭൂമിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി അധ്വാനിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിൽ വിജയിച്ച നീതിമാന്മാരെ അനുസ്മരിക്കുന്നത് കൊണ്ട്, വിശുദ്ധന്മാരെ ഓർക്കുന്നത്, വിശുദ്ധന്മാരെ അവരുടെ മരണ ദിവസങ്ങളിൽ ഓർക്കുന്നത്, പെരുന്നാളുകൾ നടത്തുന്നത് എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണോ? അതെന്തെങ്കിലും അനുഗ്രഹപ്രദമായ കാര്യമാണോ? അതിന് ബൈബിളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുഭാഷിതങ്ങൾ 10:7 പഠിപ്പിക്കുകയാണ്, നീതിമാന്മാരെ അനുസ്മരിക്കുന്നത് അനുഗ്രഹദായകമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ഒരു വിശുദ്ധൻ? ആരാണ് ഒരു നീതിമാൻ? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്റെ ജഡത്തിലും തന്റെ മനത്തിലും തന്റെ ചിന്താമണ്ഡലത്തിലും എല്ലാം കുടികൊണ്ടിരുന്ന പിശാചിനോട് പോരാടി ദൈവത്തെ അനുഗമിക്കുന്നതിൽ, ദൈവത്തെ അനുസരിക്കുന്നതിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ വിജയിച്ച ദൈവത്തിന്റെ വീരസന്താനങ്ങളാണ് വിശുദ്ധന്മാർ അല്ലെങ്കിൽ നീതിമാന്മാർ. ഈ ലോകത്തിൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ടായിട്ട് ചെയ്യാത്തവരും ഈ ലോകത്തിൽ തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് അത് ചെയ്യാത്തവരുമാണ് വിശുദ്ധന്മാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള വിശുദ്ധന്മാരിൽ അവരുടെ ചിന്തയിലും ബുദ്ധിയിലും മനസ്സിലും ശരീരത്തിലും എപ്പോഴും പരിശുദ്ധാത്മാവ് കുടികൊണ്ടിരുന്നു. വേറെ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യ കൂടാരങ്ങളായിരുന്നു ഓരോ വിശുദ്ധന്മാരും. പരിശുദ്ധാത്മാവിന്റെ കൂടാരങ്ങളായിരുന്നു ഓരോ വിശുദ്ധന്മാരും. പരിശുദ്ധാത്മാവ് ഇഷ്ടത്തോടെ പറഞ്ഞിറങ്ങുകയും പറഞ്ഞു യാചിക്കുകയും ചെയ്തിരുന്ന പരിശുദ്ധാത്മാവിന്റെ കൂടാരങ്ങളായിരുന്നു ഓരോ നീതിമാന്മാരുടെ ശരീരങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിന്, അതുകൊണ്ട് തന്നെ അവരുടെ പേരിന്, അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾക്ക്, അവരുടെ കുഴിമാടങ്ങൾക്ക് പ്രാധാന്യം പ്രസക്തി ഉണ്ട്. അവരുടെ മൃതശരീരങ്ങൾക്ക് പ്രാധാന്യം പ്രസക്തി ഉണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാമത്തെ അധ്യായം, അവിടെ വളരെ ആത്മാവിന് നിറവുണ്ടായിരുന്ന ഒരു ദൈവദാസൻ ഏലീഷായുടെ മരണവും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാർ 2-ാം പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യം, ഏലീഷ മരിച്ചു. ഏലീഷായെ കബറടക്കി. ആ വസന്ത
സംഘം ആളുകൾ ഒരു യുവാവിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് കടന്നു വരികയായിരുന്നു. അപ്പോൾ വലിയൊരു അക്രമിക്കൂട്ടത്തെ കണ്ട് ഭയപ്പെട്ട് ഭയാക്രാന്തരായ ഈ സംഘം ഈ യുവാവിന്റെ ജഡം അടുത്തുള്ള ഒരു കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു. ഈ യുവാവിന്റെ മൃതദേഹം ചെന്ന് വീണത് എലീഷായുടെ കബറടക്കം നടന്നിരുന്ന സ്ഥലത്താണ്. എലീഷായെ സംസ്കരിച്ചിരുന്ന ആ കുഴിമാടത്തിലാണ് ഈ യുവാവിന്റെ വലിച്ചെറിയപ്പെട്ട മൃതദേഹം ചെന്ന് വീണത്. ആ മൃതദേഹം ആ കുഴിമാടത്തെ സ്പർശിച്ച മാത്രമേ ആ മൃതദേഹം ആ എലീഷായുടെ കല്ലറകളിൽ എലീഷായുടെ അസ്ഥികളെ തൊട്ട മാത്രമേ നഷ്ടപ്പെട്ട ജീവൻ ആ ശരീരത്തിലേക്ക് പുനഃപ്രവേശനം കിട്ടി. അവൻ പൂർവാധിക ശക്തിയോടെ അവൻ എഴുന്നേറ്റ് നിന്നു. മരിച്ചവനെ ഉയർപ്പിക്കാൻ പോലും, മരിച്ചവന് പുതുജീവൻ കൊടുക്കാൻ പോലും ശക്തിയുള്ളതായിരുന്നു മരിച്ചതിന് ശേഷം വെറും അസ്ഥിക്കുടമായി മാറിയ, വെറും അസ്ഥി കഷ്ണമായി കിടന്നിരുന്ന എലീഷായുടെ എല്ലുകൾ അസ്ഥി കഷ്ണങ്ങൾക്കുള്ള ശക്തി. കാരണം മരിച്ചതിന് ശേഷം എന്തെങ്കിലും പുണ്യയോഗ്യത ഉണ്ടായതുകൊണ്ടല്ല, ജീവിച്ചിരുന്ന കാലത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കൂടാരമായിരുന്നു എലീഷ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 5-ാം അധ്യായത്തിൽ ഒരു രംഗം കാണുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ കടന്നു പോകുമ്പോൾ അപ്പോസ്തലന്റെ നിഴലെങ്കിലും ഒന്ന് വീണാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് അനേകം രോഗികളെയും പിശാച് ബാധിതരെയും പത്രോസിലേക്ക് കടന്നു പോകുന്ന വഴികളിൽ അവർ കൊണ്ട് കിടത്തിയിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 15-ാം വാക്യം. അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിൽ കട്ടിലുകളിൽ കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവരുടെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. പത്രോസിന്റെ നിഴലൊന്ന് സ്പർശിക്കുന്ന മാത്രമേ അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചിരുന്നു. അനേകരിൽ നിന്ന് ദുർബാധകൾ വിട്ടുപോയിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായം. അവിടെ ദൈവത്തിന്റെ വലിയ അത്ഭുതം പൗലോസ്ലീഹായോട് സംഭവിക്കുന്നത് 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവന്റെ ശരീര സ്പർശനമേറ്റ തുവാലകളോ അംഗവസ്ത്രങ്ങളോ സ്പർശിക്കുന്ന മാത്രയിൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചിരുന്നു. പൗലോസ് തൊട്ട തുവാലയോ പൗലോസ് തൊട്ട അംഗവസ്ത്രങ്ങളോ എന്തെങ്കിലും ഒന്ന് രോഗികളുടെ ശരീരത്തിൽ ഒടിയിക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചിരുന്നു. വലിയ അത്ഭുതങ്ങളാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധന്മാർ അല്ലെങ്കിൽ നീതിമാന്മാരായ ആളുകൾ, ദൈവത്തിന് പ്രിയപ്പെട്ടവരായ ആളുകൾ അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അവരുടെ ശരീരം, അവരുടെ സ്പർശനം, അവർ വസിച്ചിരുന്ന വീട്, ഇതിനെല്ലാം വളരെയേറെ പ്രാധാന്യം പ്രസക്തിയുണ്ട്. അവരുടെ കുഴിമാടങ്ങളിൽ, അവർ മരിച്ച ആണ്ടുകളിൽ, അവർ മരിച്ച ദിവസങ്ങളിൽ അവരെ ഓർക്കുകയും അവരുടെ കുഴിമാടങ്ങളിൽ അപ്പം വിതരണം ചെയ്യുകയും കൂട്ടുനേർച്ച നടത്തുകയും പെരുന്നാൾ നടത്തുകയും ചെയ്യുന്നതെല്ലാം വലിയ അർത്ഥമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി അനേക മക്കൾക്ക് അനുഗ്രഹവും വലിയ ദൈവകൃപകളും വിശുദ്ധിയും സ്വർഗീയ ഇടപെടലുകളും ഉണ്ടാകുന്നത് വലിയൊരു ആത്മീയ സത്യമാണ്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യം. നീതിമാന്മാരുടെ ശവകുടീരത്തിൽ അപ്പം വിതരണം ചെയ്യുക. നീതിമാന്മാരുടെ ശവകുടീരത്തിൽ അപ്പം വിതരണം ചെയ്യുക. നീതിമാന്മാർ മരിച്ച ദിവസത്തിൽ, നീതിമാന്മാർ മരിച്ച സ്ഥലത്ത് പെരുന്നാൾ നടത്തുക, അവരുടെ പേരിൽ കൂട്ടുനേർച്ച നടത്തുക, അവരുടെ പേരിൽ അപ്പം വിതരണം ചെയ്യുക. ഇത് ദൈവവചന പ്രകാരം അടിസ്ഥാനമുള്ള കാര്യമാണ്. ഇങ്ങനെ കൂട്ടുനേർച്ച നടത്തുകയും അപ്പം വിതരണം ചെയ്യുന്നത് വഴി നാം അവരെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിച്ച്, കർത്താവിന് വേണ്ടി സഹിച്ച്, കർത്താവിന് വേണ്ടി മരിച്ച്, കർത്താവിന് വേണ്ടി വിശ്വാസം തെളിയിച്ച കർത്താവിന്റെ വീര സന്താനങ്ങളാണ് നീതിമാന്മാർ അല്ലെങ്കിൽ വിശുദ്ധന്മാർ. അതുകൊണ്ട് അവരെ സ്മരിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായ കാര്യമാണ്. അവരെ ഓർക്കുന്നത് ദൈവാനുഗ്രഹപ്രദമായ കാര്യമാണ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 10:7 പഠിപ്പിക്കുന്നത്, നീതിമാന്മാരെ അനുസ്മരിക്കുന്നത് അനുഗ്രഹദായകമാണ്. നീതിമാന്മാരെ അനുസ്മരിക്കുന്നത് അനുഗ്രഹദായകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോൾ കർത്താവിന്റെ വിശുദ്ധന്മാർ കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യ കൂടാരങ്ങളായിരുന്നു. കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞു നിന്ന കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യ കൂടാരങ്ങളായിരുന്നതിനാൽ അവർ മരിച്ചതിന് ശേഷവും അവരുടെ നാമത്തിൽ, അവരുടെ പ്രാർത്ഥനകളാൽ, അവർ സ്പർശിച്ച വസ്തുവകളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തുടരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. രണ്ടാമതായി, ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ
ദൈവത്തിന്റെ വചനം യോബിന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 24-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിന് അതിതരത്തിലെ കല്ലുകൾക്കിടയിൽ എറിഞ്ഞു കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതരത്തിലെ കല്ലുകൾക്കിടയിൽ എറിഞ്ഞു കളയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് വിലപിടിച്ച സ്വർണവും വെള്ളിയും ആയിത്തീരുമെങ്കിൽ നീ സർവശക്തൻ ആനന്ദിക്കുകയും അത്യുന്നതന് നേരെ നിന്റെ മുഖം ഉയർത്തുകയും ചെയ്യും. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിടത്തോളം കാലം, ജീവിതകാലത്ത് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നന്മ പോലും, ഏറ്റവും ഉന്നതമായ അനുഗ്രഹം പോലും, ഏറ്റവും വലിയ സന്തോഷം പോലും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി കർത്താവിനെയും കർത്താവിന്റെ വചനത്തെയും കർത്താവിന്റെ ആത്മാവിനെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ജീവിതങ്ങളാണ് വിശുദ്ധരുടെ ജീവിതങ്ങൾ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം പോലും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കിയവരാണ് വിശുദ്ധന്മാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും കുറെ കാലം സുഖത്തോടെ ജീവിക്കണം എന്ന് ചിന്തിച്ചിരുന്നവരല്ല. അവർ ഈ ഭൂമിയിൽ കർത്താവിനെ അറിഞ്ഞപ്പോൾ, ദൈവത്തെ അറിഞ്ഞപ്പോൾ, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം എന്ന ചിന്തയാൽ എരിഞ്ഞവരാണ് വിശുദ്ധന്മാർ. വേറൊരു വാക്ക് പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി എരിഞ്ഞു തീർന്ന ജീവിതങ്ങളാണ് വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ. അതുകൊണ്ട് തന്നെ കർത്താവ് അവരെ അത്യധികം സ്നേഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹം നിറഞ്ഞ ജീവിതങ്ങളാണ് വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ. കർത്താവിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി എരിഞ്ഞു തീർന്നപ്പോൾ കർത്താവ് അവരെ തന്റെ സാന്നിധ്യം കൊണ്ട്, തന്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. 91-ാം സങ്കീർത്തനത്തിൽ 14-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും, എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും, എന്റെ സ്നേഹം ഞാൻ അവന് കാണിച്ചു കൊടുക്കും, എന്റെ ശക്തി ഞാൻ അവന് കാണിച്ചു കൊടുക്കും, എന്റെ കരുണ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ ജീവിതങ്ങളാണ് വിശുദ്ധരുടെ ജീവിതങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി എരിഞ്ഞ, ദൈവത്തെ സ്നേഹിച്ച്, ദൈവസ്നേഹം കൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി എരിഞ്ഞു തീർന്ന ജീവിതങ്ങളെ ദൈവം തന്റെ സ്നേഹവും തന്റെ രക്ഷയും തന്റെ ശക്തിയും തന്റെ നന്മയും കാണിച്ചു കൊടുക്കാൻ സമൃദ്ധിയോടെ അവരുടെ കൂടെ വസിച്ചു. സമൃദ്ധിയോടെ ദൈവം അവരുടെ കൂടെ വസിച്ചു. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നോ അവരെ നിങ്ങൾ ദൈവങ്ങളെന്ന് വിളിച്ചു. അപ്പോൾ ദൈവം തന്നെ കൂടെ വന്നവരെ നിങ്ങൾ എന്ന് വിളിക്കും. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നോ അവരെ നിങ്ങൾ ദൈവങ്ങളെന്ന് വിളിച്ചു. അപ്പോൾ ദൈവം തന്നെ കൂടെ വസിച്ചാലോ? അത്രയ്ക്ക് സമുദ്രമായ അസ്തിത്വമായിരുന്നു വിശുദ്ധന്മാരുടെ, നീതിമാന്മാരുടെ അസ്തിത്വങ്ങൾ, ജീവിതങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തിന് വേണ്ടി എരിഞ്ഞതുകൊണ്ട് അവർ മരിച്ചതിന് ശേഷവും ദൈവം തന്റെ വിശ്വസ്തത, അവരോട് തന്നെ വിശ്വസ്തത ദൈവം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ മധ്യസ്ഥം ഓരോ വ്യക്തിക്കും വലിയ അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. എന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ബേബിച്ചേട്ടൻ എന്നൊരു ബ്രദറുണ്ട്. ആ ബ്രദറിന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം ഉണ്ടായി. കഠിനമായ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണത്തോട് അടുത്ത് കിടക്കുകയാണ്. ഒരു വിധത്തിലും നിവൃത്തിയില്ലാത്ത വിധം എല്ലാ തരത്തിലും എല്ലാ വാതിലും അടഞ്ഞൊരു സാഹചര്യം. ഡോക്ടർമാർ ഉപേക്ഷിച്ചു, മരുന്ന് ശരീരത്തിൽ ഫലിക്കുന്നില്ല. അങ്ങനെ ഭവനത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് അങ്ങനെ കഠിനമായ രോഗപീഠകളോടെ കിടക്കുന്ന സമയം, പനി വിട്ടുമാറുന്നില്ല, ശരീരം മരുന്നെടുക്കുന്നില്ല, വളരെ ക്ലേശകരമായ സാഹചര്യം. അങ്ങനെ വീട്ടിൽ കട്ടിലിൽ അങ്ങനെ കിടക്കുമ്പോൾ ശരീരം മുഴുവൻ മഞ്ഞ നിറമായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഹൃദയത്തിൽ കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധനുണ്ടായിരുന്നു. ആ വിശുദ്ധന്റെ പേരാണ് സെബസ്ത്യാനോസ് പുണ്യവാളൻ. അദ്ദേഹം സെബസ്ത്യാനോസ് പുണ്യവാളനോട് പറഞ്ഞു, എന്റെ സെബസ്ത്യാനോസ് പുണ്യവാള, എന്റെ ജീവിതത്തിൽ വന്ന് അത്ഭുതകരമായി എന്റെ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ. സെബസ്ത്യാനോസ് പുണ്യവാള, എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആ പ്രാർത്ഥന സെബസ്ത്യാനോസ് കേട്ടു. കാരണം ചെറുപ്പം മുതലേ സെബസ്ത്യാനോസ് പുണ്യവാളനോട് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു ഈ ബ്രദറിന്റെ ജീവിതം. അന്ന് രാത്രി അദ്ദേഹം തുണി മൂടി പുതച്ച് കിടകിട കൊണ്ട് വിറച്ച് ശരീരത്തിനെ ഷിവറിന് ഉള്ള അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സെബസ്ത്യാനോസ് പുണ്യവാളൻ മരത്തിൽ കൈയും കാലും പിടിച്ച് കട്ടപ്പെട്ട് കൂർത്ത അസ്ത്രങ്ങൾ കൊണ്ട് ശരീരമാസകലം തറയ്ക്കപ്പെട്ട അവസ്ഥയിലുള്ള സെബസ്ത്യാനോസ് പുണ്യവാളന്റെ രൂപം
കാണുമാറായി. ആ സമയം തന്നെ അദ്ദേഹം വേർത്ത് കുളിച്ചു. ആ സമയം തന്നെ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വേർത്ത് കുളിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വ്യത്യാസം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ പുതപ്പ് അദ്ദേഹം വലിച്ചെറിഞ്ഞു. തനിക്ക് മാറ്റം വന്നു അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ചാടി എഴുന്നേറ്റു. ഭവനവാസികൾക്കെല്ലാം അത്ഭുതമായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിയുന്ന ദിനമായിരുന്നു ആ രാത്രി. വിശുദ്ധനായ സെബസ്ത്യാനോസ് പുണ്യാളന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ കിടക്കയിൽ അനുഭവിച്ച സമയം. അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹം ദൈവിക കാര്യങ്ങളിൽ തന്റെ സമയവും തന്റെ പണവും ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ അഭിമാനത്തോടെ, ദൈവത്തെ ഏറ്റു പറയുന്നതിൽ അഭിമാനത്തോടെ ഈ ഭൂമുഖത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധരുടെ പ്രാർത്ഥന നിരർത്ഥകമല്ല. വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങൾ അസത്യവുമല്ല. കാരണം വിശുദ്ധരെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവത്തോടുള്ള വിശ്വസ്തതയും ദൈവത്തോടുള്ള സ്നേഹവും വിശ്വസ്തതാപൂർവം മരിക്കുന്നത് വരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, അത് തന്നെ പൂർത്തിയിലെത്തിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതത്തെ എരിഞ്ഞിട്ടിനായി വിട്ടുകൊടുത്തവരായതുകൊണ്ട് അവർ മരിച്ചതിന് ശേഷവും അവരുടെ നാമം അനുസ്മരിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ദൈവം സന്തോഷത്തോടെ ഇടപെടുന്നു എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എളിമപ്പെടാം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും കാലഘട്ടത്തിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ വിശുദ്ധന്മാരോടോ നീതിമാന്മാരോടോ അടുപ്പം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽപ്പെട്ട് വിശുദ്ധന്മാരെ ബഹുമാനിക്കാനും അവരെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സിൽ വലിയ ആവേശവും വലിയ ഉണർവും വലിയ സന്തോഷ അനുഭവം മതിപ്പും ആദരവും വിശുദ്ധന്മാരോട് ഉണ്ടാകാനും വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഈ നിമിഷങ്ങൾ ഇടപെടട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ മഹത്വം ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരുടെ ചിന്താ മണ്ഡലത്തിൽ തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിശ്വാസത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. യുക്തിയുടെ ആധിപത്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ തരത്തിലുള്ള വിപരീത ചിന്തകളുടെ കെട്ടുകൾ അഴിയട്ടെ. കർത്താവേ, അന്ധകാരത്തിന്റെ ഭരണം അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തകർന്ന് നിർവീര്യമാകട്ടെ. ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവകൃപയുടെ അഭിഷേകത്തിൽ ദൈവത്തിന് മുഴുവൻ സന്തോഷിക്കട്ടെ. ദൈവത്തെ ആർത്തുപാടി മഹത്വപ്പെടുത്താൻ, ദൈവത്തിന് വേണ്ടി ജീവിച്ചവരെ ഓർത്ത് മനം കുളിർക്ക് സന്തോഷിക്കാൻ, ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിച്ചവരെ ഓർത്ത് ആർത്തുപാടി സന്തോഷിക്കാൻ തക്കവിധം എല്ലാ ഹൃദയങ്ങളെയും ആത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുളക്കരയിൽ വിവശനാം തളർവാത രോഗിയാണു ഞാൻ. സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ. നിരാലംബനായി കേഴുന്നു ഞാൻ. സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ. തന്റെ വിശുദ്ധരോട് വിശ്വസ്തത പുലർത്തുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ജീവിക്കുന്ന കർത്താവ് തന്നോടൊപ്പം തന്നെ വിശുദ്ധരും യുഗായുഗങ്ങളോളം ജീവിക്കുന്നതിന് വേണ്ടി തന്റെ സിംഹാസനത്തോടൊപ്പം തന്റെ സ്വർഗനാട്ടിൽ തന്റെ വിശുദ്ധർക്കായി കൂടാരങ്ങൾ ഒരുക്കുന്നു.
ഈ നിമിഷങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതിനുമുള്ള തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തഴക്കദോഷങ്ങളും ദുശീലങ്ങളും നിമിത്തം ദൈവത്തിന് ഇഷ്ടമുള്ളൊരു ജീവിതം നയിക്കാൻ പരാജയപ്പെടുന്ന ഓരോ മക്കളെയും കർത്താവ് ഈ നിമിഷങ്ങളിൽ സഹായിക്കും. ജീവിതത്തിൽ ദൈവത്തെ വിട്ട് പാപത്തിലും തിന്മയിലും പൂണ്ടു കിടക്കുന്നവർ ഇപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കട്ടെ, കർത്താവ് സഹായിക്കും. ഈ ലോകത്തിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ദൈവമക്കൾക്ക് വിശുദ്ധരായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് എനിക്കും വിശുദ്ധനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുകയില്ലേ? പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പക്കലേക്ക് ഹൃദയം തുറക്കാം, മനം തുറക്കാം. ഈ രാത്രി കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്ന സമയമാണിത്. ഇപ്പോൾ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളിലും അത്ഭുതകരമായി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. മനുഷ്യന് കഴിയാത്തത് ദൈവം ചെയ്തു കൊടുക്കും. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, ആത്മീയമായ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അത്ഭുതകരമായി ഇപ്പോൾ സ്പർശിക്കണമേ. ദൈവമേ, ആത്മീയ മാർഗത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും മടുപ്പ് തോന്നുന്നവരെ ഇപ്പോൾ അവിടുന്ന് കഴുകി വെടിപ്പാക്കണമേ. ആത്മീയ കാര്യങ്ങളിൽ ഉണർവ് നൽകണമേ. പ്രാർത്ഥനാ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണമേ. കർത്താവെ, ദൈവീക കാര്യങ്ങളോട് മതിപ്പില്ലാതെ ലോകത്തിലും പാപത്തിലും തിന്മയിലും അന്ധകാരത്തിലും പൂണ്ടുപോയ ഓരോ ജീവിതങ്ങളെയും ഈ രാത്രി സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ ആധിപത്യങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയായി നിങ്ങൾ തകർക്കുന്നു. ദൈവമായ കർത്താവിന്റെ കൃപാവന ശക്തി എല്ലാ കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ ദൈവചിന്തകളും ദൈവത്തോടുള്ള താല്പര്യവും ദൈവത്തോടുള്ള പ്രാർത്ഥനകളും കൂടുതൽ കൂടുതൽ വളർന്നു വരട്ടെ. കർത്താവെ, കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന, കുടുംബങ്ങളുടെ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ എതിർ ശക്തികളെയും, എല്ലാ എതിർ സ്വാധീനങ്ങളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ, ഈ പ്രാർത്ഥന പങ്കുകൊണ്ടിരിക്കുന്നവരിൽ അനേകർ വിശുദ്ധ ജീവിതത്തിലേക്ക് വരട്ടെ. അനേകർക്ക് ആത്മീയ ദാഹങ്ങൾ അനുഭവിക്കട്ടെ. അനേകർ കർത്താവിനെ തേടുന്നവരായി മാറട്ടെ. അനേകർക്ക് കർത്താവിന്റെ സ്പർശനങ്ങൾ ലഭിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കെട്ടുകളിരിക്കുന്നവർ കെട്ടുകൾ വിട്ട് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ ദൈവമക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവിന്റെ മുഖം കാണാൻ തക്ക ഒരു ആത്മീയ ഉണർവിനാൽ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ. നാഥാ, സുഖമാക്കണേ.